വെൽക്കം ബാക്ക് ടു ഓൾ. കാലത്തും വൈകിട്ടും നല്ല സൂപ്പർ ആയിട്ടുള്ള വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ കഴിക്കാൻ കിട്ടുവാണെങ്കിൽ, അതും നല്ല ടേസ്റ്റോടെ കിട്ടുവാണെങ്കിൽ, അതൊന്ന് നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ശരിക്കും നമ്മൾ മിസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ വീട്ടിൽ നിന്ന് മാറി താമസിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ശരിക്കും വീട്ടിലുള്ള പലഹാരങ്ങളൊക്കെ മിസ് ചെയ്യുന്നത്, അല്ലെ, ഹോസ്റ്റലിലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ. അപ്പൊ ഇന്ന് കാലത്തും വൈകുന്നേരം ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അത് ഒരു പൊടി കുഴച്ചിട്ട് അതിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് ഐറ്റം ആണ് കേട്ടോ. അപ്പൊ അതിന് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട്, അത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വെക്കുക. അപ്പൊ അതിന് വെക്കുന്ന സമയത്ത് ഉപ്പും കൂടി ഇടണം കേട്ടോ. അത് ഒന്ന് തിളച്ചു വരുന്ന സമയമാകുമ്പോ ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമുക്ക് അളവിനനുസരിച്ച് കൂട്ടാം. ഞാനിപ്പോ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു ഗ്ലാസ് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നല്ല പോലെ ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി എടുക്കുക കേട്ടോ. കാരണം വേറൊന്നല്ല, നല്ല ചൂടായിരിക്കും. അപ്പൊ കൈ കൊണ്ടൊന്നും ഇളക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ ഇത് നല്ലപോലെ ഒന്ന് അതിൽ ഇളക്കിയ ശേഷം നമുക്കിത് അടുപ്പിന്ന് ഇറക്കി വെക്കാം കേട്ടോ. അപ്പൊ ഒന്ന് ചൂടാറിയെന്ന് തോന്നിയിട്ട് മാത്രമാണ് നമ്മൾ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ഇനി കുഴക്കണേക്കാൾ മുന്നേ ഇതിന് പ്രധാന സാധനം എന്താണെന്നറിയാവോ? ചക്ക വരട്ടിയതാണ് കേട്ടോ. അപ്പൊ അതാണ് ഇതിലെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം. അപ്പൊ ഒരു ബൗളിൽ ഞാൻ ചക്ക വരട്ടി എടുത്തിട്ട് ഒരു തുണ്ട് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം ഇത് ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് അടിച്ചെടുക്കുന്ന നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇത്തിരി ഒന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കട്ടിയിലല്ല ചെയ്തു വെച്ചേക്കുന്ന, വെള്ളം ഇല്ലാണ്ട്. അപ്പൊ അതിന് വേണ്ടി മാത്രം ഒന്ന് അടിച്ചെടുക്കുന്നതാണ്. ഇനി ആ പൊടിയിലേക്ക് ഇത് ഇടുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോ ഇത്തിരി എന്താ പറയാ, ഇത് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വടിച്ചെടുത്താലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഏകദേശം നമുക്ക് വെള്ളമൊക്കെ ഉണ്ട്, അതിലുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ചക്കയിൽ അത്യാവശ്യം നല്ലപോലെ വെള്ളം ഉള്ളത് കൊണ്ട് നമുക്ക് ഇനി വെള്ളത്തിന്റെ ആവശ്യമേ വരുന്നില്ല. അപ്പൊ കൈ കൊണ്ട് നല്ല പോലെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇനി ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇനി ഇതിപ്പോ ഇതിൽ വെള്ളം കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ഇതിൽ ഇട്ടിട്ട് നല്ലപോലെ കുഴച്ച് ഇതേപോലെ ആക്കിയെടുക്കാട്ടോ. നമ്മൾ നൂലപ്പത്തിന് ചെയ്യില്ലേ, അതേപോലെ കുഴച്ചെടുക്കുക. അപ്പൊ ഇത് അച്ചൊക്കെ ഞാൻ എടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ മൂന്നാല് അച്ച് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിന് വേണ്ട അച്ച് മാത്രം ആക്കി ഞാൻ തിരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് പരട്ടി കൊടുക്കണം കേട്ടോ. അത് നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അച്ഛന്റെ എല്ലാത്തിലും നമ്മൾ തേച്ച് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഇഡ്ഡലി പാത്രത്തില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് പെരട്ടി എടുക്കുക കേട്ടോ. അപ്പൊ രണ്ടച്ചിലും ഞാൻ അതേപോലെ ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ അതേപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അച്ചിലും ഇഡ്ഡലി പാത്രത്തിലും ഒക്കെ ഞാൻ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് മസ്റ്റ് ആയിട്ടും ചെയ്യണം കേട്ടോ, മറക്കരുത്, അല്ലെങ്കിൽ പോരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇനി ഇത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഇഡ്ഡലി തട്ടുണ്ടല്ലോ, ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ നമുക്ക് തേങ്ങ ഉണ്ടല്ലോ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ അതൊരു എല്ലാവരും അങ്ങനെ ചെയ്യൊന്നുമില്ല. ഞാൻ ഇത്തിരിയും കൂടി എനിക്ക് നല്ലതായിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. കാണാൻ ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചില ആൾക്കാര് ഇതില് ഫുള്ളായിട്ട് ഇത് അച്ചിലേക്ക് ഇത് ഇട്ട ശേഷം മീതേക്ക് ഇടുകയാണ് ചെയ്യുക. ഞാൻ ആദ്യമേ തേങ്ങ ഇട്ട ശേഷമാണ് ഞാൻ ഇത് ഇങ്ങനെ തിരിച്ച് ഫുള്ള് ഫില്ല് ചെയ്യണേ കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇതില് ചക്ക ഇട്ടേക്കണ കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് പൊട്ടാണ്ട് നൂല് പോലെ ഒന്നും കിട്ടില്ല. ഇത്തിരി പൊട്ടി 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 പോലെ തന്നെ വരുള്ളൂ. കാരണം ആ ചക്ക വരട്ടി ഇട്ടതിന്റെയാണ്. എന്ന് വെച്ച് ടേസ്റ്റ് കുറയാനോ ഭംഗി കുറയാനോ ഒന്നും പോകുന്നില്ല കേട്ടോ. പിന്നെ പൊടിഞ്ഞു 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 വീഴുന്നേ ഉള്ളൂ, അല്ലാതെ ഇത് കുഴച്ചതിന്റെ പ്രശ്നം ഒന്നും അല്ല കേട്ടോ. അപ്പോ അതിന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കും. ചില ആൾക്കാർ ചെയ്തു തുടങ്ങുമ്പോ തന്നെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോരുമ്പോ അയ്യോ ഇത് എന്തിന് കൊള്ളാം, അയ്യോ ശരിയായില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. കാരണം പിന്നെ ചില ഇതിന് പൊടികളിലെ ഒരു വ്യത്യാസം കൂടി ഉണ്ടാവും. പക്ഷെ ഞാൻ ഇതിപ്പോ മൂന്നാല് പ്രാവശ്യം ചെയ്തിട്ടും ഇതേപോലെ തന്നെ കിട്ടിയണെന്ന് വെച്ച് ടേസ്റ്റിനോ ഭംഗിക്കോ ഒന്നിനും ഒരു കുറവുണ്ടായിട്ടില്ല കേട്ടോ. അത്രയും നന്നായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത് പിന്നെ തിരിച്ചിങ്ങനെ ചെയ്യാനായിട്ട് ഇത്തിരി പാട് തന്നെയാണ്. എന്നാലും ഞാൻ അതൊക്കെ ശരിക്കും ഒന്ന് ഫില്ല് ചെയ്തു കേട്ടോ. ഇനി ഇഡ്ഡലി അതിൽ കുറച്ച് വെള്ളം എടുത്ത് ഞാനൊന്ന് ഇതൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പൊ രണ്ട് തട്ടിലേക്കുള്ളതായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇത് ഏകദേശം ഒരു 10-15 മിനിറ്റ് വേവിച്ചാൽ മതി. അത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിക്കണം കേട്ടോ. അപ്പൊ ഇത് വെന്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഞാനിപ്പോ കാണിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ തൊട്ട് നോക്കിയപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഈ ഇതിന് കാണുമ്പോ ഒരു ഭംഗി കുറവ് തോന്നിയെങ്കിലും ഒരു ഭംഗി കുറവും ഇല്ല. നമ്മളത് ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുമ്പോ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റി. കണ്ടോ, എനിക്ക് ഓരോന്ന് ഞാൻ എടുക്കുമ്പോഴും എനിക്ക് നല്ല ഭംഗി തന്നെ തോന്നിയത്. കാരണം ഞാൻ എടുത്ത് തിരിച്ചിട്ടാണ് അത് വെച്ചിരുന്നത്. അപ്പൊ അതിന് ഒരു ഭംഗി കുറവുണ്ടായിരുന്നില്ല. നമുക്ക് കഴിക്കാനല്ലേ, അപ്പൊ ഇത്ര ഭംഗി വേണമെന്നൊന്നും ഇല്ലല്ലോ. എന്നാലും നല്ല രസത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഒരു നൂലപ്പം ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്കാണെങ്കിലും ചിലപ്പോ മധുരക്കുറവൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര ഒന്ന് തൂക്കി കൊടുക്കാം കേട്ടോ. പിന്നെ മധുരം ഒരുപാടൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇത് വെറുതെ കഴിക്കുന്നതന്നെ നല്ലത്. അല്ലെങ്കിൽ ഈ പാൽ ഒഴിച്ചിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. തേങ്ങയിൽ പഞ്ചസാര, ഇപ്പൊ ഞാൻ ചെയ്ത പോലെ പഞ്ചസാര തൂക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ കഴിക്കണമെങ്കിലും എല്ലാം ടേസ്റ്റ് തന്നെയാണ്. കാരണം ചക്ക വരട്ടിയത് ഇട്ടതിന്റെ ഒരു ടേസ്റ്റ് ഇതിൽ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ അരിപ്പൊടിയുടെ എന്ത് പലഹാരത്തിനാണ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മള് ഒന്നാമത്തെ ഐറ്റം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി അടുത്ത ഐറ്റം എന്ന് വെച്ചാൽ ഈ ഒരു മാവ് കൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്നതാണ് മണിപ്പുട്ട്. അപ്പൊ കയ്യിൽ ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണയൊക്കെ പരട്ടിയ ശേഷം കുറേശ്ശെ എടുത്തിട്ട് ഇതേപോലെ മണിമണിയാക്കി ഞാനൊന്ന് പ്രിപ്പയർ ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇത് ഇത്തിരി കുറച്ച് ടൈം വേണം, ഇത്തിരി ക്ഷമയും വേണം. പെട്ടെന്നൊന്നും തീരില്ല. ഇത് ടൈം എടുത്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ മണിപ്പൂട്ടിന്റെ എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ട്. ഇനി ഇതും ഞാൻ നേരത്തെ വേവിച്ച് വെച്ച ആ ഇഡ്ഡലി പാത്രത്തിൽ തന്നെ അതേ വെള്ളത്തിൽ തന്നെ നമ്മൾ ഇതും വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. വേണമെങ്കിൽ ഇത്തിരി വെള്ളം കൂടി കൂടുതൽ ഒഴിക്കാം, കാരണം മറ്റേത് വറ്റി പോയിട്ടുണ്ടാവും. അപ്പൊ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇലയിലാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ. ആ വാഴയുടെ സ്മെല്ല് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണ്. അപ്പൊ അതിൻ്റെ കൂടി വരുമ്പോ ഐറ്റം സൂപ്പർ തന്നെ ആവും കേട്ടോ. അങ്ങനെ ദേ ഇതും ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് ചൂടാറി കഴിഞ്ഞപ്പോ ഞാൻ ഇതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഞാനൊന്ന് വിടർത്തി വെച്ചു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ പാലൊഴിച്ച് നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ ഇത്തിരിയും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചരുവിയിട്ട് ഇതിന്റെ മീതേക്ക് ഇടാം കേട്ടോ. ഇതിന്റെ മീതേക്ക് നല്ല തേങ്ങ ചരുവിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തേങ്ങ ഇടാണ്ട് വെറുതെ പാലൊഴിച്ചിട്ട് ഞാൻ കഴിക്കാറുണ്ട്, വെറുതെയും കഴിക്കാറുണ്ട് കേട്ടോ. അത് അതും പറ്റില്ലെങ്കിൽ ഈ തേങ്ങയുടെ ഒപ്പം തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി തൂക്കി കഴിഞ്ഞാൽ അതിലും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഒറ്റ പ്രാവശ്യം കൊണ്ട് 2 ഐറ്റം ഉണ്ടാക്കിയാണ്. അപ്പൊ ഇതെല്ലാരും ട്രൈ ചെയ്ത അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ.